ISRO സ്വകാര്യവൽക്കരിക്കുന്നു. ISRO റോക്കറ്റ് നിർമ്മാണം നിർത്തുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്ന വാർത്തകളാണിത്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിന്റെ നട്ടെല്ലായ ISROയെ സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുകയാണോ? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ആദ്യമേ പറയട്ടെ, ISROയെ സ്വകാര്യവൽക്കരിക്കുകയോ വിൽക്കുകയോ അടച്ചുപൂട്ടുകയോ ചെയ്യുന്നില്ല. അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ കീഴിലുള്ള ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായി തുടരും. മറിച്ച് മാറുന്നത് ISROയുടെ പ്രവർത്തന രീതിയാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു വ്യത്യാസം ആദ്യം അറിയണം. ISRO റോക്കറ്റ് നിർമ്മാണം നിർത്തുന്നു എന്നതും ISRO വികസിപ്പിച്ച മെച്യൂർ റോക്കറ്റ് ടെക്നോളജി വ്യവസായത്തിന് കൈമാറുന്നു എന്നതും ഒരേ കാര്യമല്ല. ഇനി ഇത് പെട്ടെന്നുണ്ടായ ഒരു നയംമാറ്റവുമല്ല. 2020 ഇന്ത്യയുടെ സ്പേസ് സെക്ടർ സ്വകാര്യ കമ്പനികൾക്കായി കൂടുതൽ തുറന്നു. സ്വകാര്യ കമ്പനികൾക്ക് സാറ്റലൈറ്റ് നിർമ്മാണം മുതൽ ലോഞ്ച് വെഹിക്കിൾസ്, ലോഞ്ച് സർവീസസ്, ഗ്രൗണ്ട് ഇൻഫ്രാസ്ട്രക്ചർ, സാറ്റലൈറ്റ് ആപ്ലിക്കേഷൻസ് തുടങ്ങി സ്പേസ് വാല്യൂ ചെയിനിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. ഇതിനായി ഇൻസ്പേസ് എന്നൊരു പുതിയ ഏജൻസിയും രൂപീകരിച്ചു. 2023 ഇന്ത്യൻ സ്പേസ് പോളിസിയാണ് ഇതിന് കൂടുതൽ വ്യക്തമായ ദിശ നൽകിയത്. ഈ നയത്തിലെ പ്രധാന ആശയം ഇതാണ്: ISRO ഇനി മുതൽ പതിവ് നിർമ്മാണത്തിൽ നിന്നും ക്രമേണ മാറി അഡ്വാൻസ്ഡ് ടെക്നോളജി ഡെവലപ്മെന്റ്, റിസർച്ച്, പുതിയ മിഷനുകൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതായത് ISROയുടെ ജോലി അവസാനിപ്പിക്കുകയല്ല, കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ പിന്നെ ആരാണ് റോക്കറ്റ് നിർമ്മിക്കുക? ഇവിടെ മനസ്സിലാക്കേണ്ടത്, വർഷങ്ങളായി ഇന്ത്യയുടെ സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങൾ ISROയുടെ സപ്ലൈ ചെയിനിന്റെ പ്രധാന ഭാഗമാണ്. റോക്കറ്റിന്റെ വിവിധ ഘടകങ്ങൾ, സബ് സിസ്റ്റംസ്, സ്ട്രക്ചറുകൾ തുടങ്ങിയവ വ്യവസായ സ്ഥാപനങ്ങളാണ് നിർമ്മിച്ചു നൽകിയിരുന്നത്. അവയെ കൂട്ടിച്ചേർത്ത് ടെസ്റ്റ് ചെയ്ത് ലോഞ്ച് വെഹിക്കിളിന്റെ ഫൈനൽ അസംബ്ലി നടത്തുന്നതിലായിരുന്നു ISROയ്ക്ക് പ്രധാന പങ്കുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ മാതൃകയിൽ അടുത്ത ഘട്ടത്തിലേക്കാണ് ഇന്ത്യ പോകുന്നത്. ISRO വികസിപ്പിച്ച മെച്യൂർ ടെക്നോളജീസ് വ്യവസായത്തിന് കൈമാറി കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ വലിയ തോതിൽ ഇൻഡസ്ട്രി തന്നെ നടത്തുക. ഇതിന്റെ ഭാഗമായി 2025 SSLV റോക്കറ്റിന്റെ സാങ്കേതിക വിദ്യ കൈമാറ്റ കരാർ ഒപ്പുവെച്ചു. ഇതേ മാതൃക ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ LVM-3യിലേക്കും എത്തുകയാണ്. 2026 ജൂൺ 10 LVM-3യുടെ പൂർണ്ണമായ നിർമ്മാണത്തിനും വാണിജ്യവൽക്കരണത്തിനുമായി ഇൻസ്പേസ് താൽപര്യപത്രം ക്ഷണിച്ചു. തൊട്ടു പിന്നാലെ 2026 ഓഗസ്റ്റ് 11 കുലശേഖരപട്ടണത്തെ പുതിയ സ്പേസ് പോർട്ടിന്റെ നടത്തിപ്പ് സ്വകാര്യ മേഖലയ്ക്ക് നൽകാനും തീരുമാനമായി. പക്ഷെ അതിനർത്ഥം ISRO ഇനി LVM-3 പോലുള്ള റോക്കറ്റുകൾ വികസിപ്പിക്കില്ല എന്നല്ല. പകരം നിലവിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സ്വകാര്യ മേഖല വലിയ തോതിൽ റോക്കറ്റുകൾ നിർമ്മിക്കുമ്പോൾ ISRO ലോഞ്ച് സിസ്റ്റംസ്, ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ്, ഡീപ് സ്പേസ് മിഷനുകൾ, അഡ്വാൻസ്ഡ് പ്രൊപ്പൽഷൻ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതുപോലെ തന്നെ കുലശേഖരപട്ടണത്ത് നിർമ്മാണത്തിലുള്ള പുതിയ സ്പേസ് പോർട്ടിന്റെ ഉടമസ്ഥാവകാശവും സർക്കാരിൽ തന്നെ തുടരും. എന്നാൽ അതിന്റെ വാണിജ്യപരമായ നടത്തിപ്പ് മാത്രമാണ് സ്വകാര്യ മേഖലയിലേക്ക് നൽകുന്നത്. ഇനി ഇന്ത്യ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇന്ത്യയുടെ സ്പേസ് ഇക്കോണമി ഇപ്പോൾ ഏകദേശം $8.4 ബില്യൺ ആണ്. 2033 ഇത് $44 ബില്യൺ ഉയർത്തുകയാണ് ലക്ഷ്യം. ആയിരക്കണക്കിന് സാറ്റലൈറ്റ്സ്, കൂടുതൽ ലോഞ്ച് വെഹിക്കിൾസ്, കൂടുതൽ ലോഞ്ച് ഫ്രീക്വൻസി, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, എർത്ത് ഒബ്സർവേഷൻ, നാവിഗേഷൻ, സ്പേസ് ബേസ്ഡ് സർവീസസ്, ഇവയ്ക്കെല്ലാം വലിയ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി ആവശ്യമാണ്. ഒരു സർക്കാർ ഗവേഷണ സ്ഥാപനത്തിന് മാത്രം ഈ മുഴുവൻ കൊമേഴ്ഷ്യൽ ഡിമാൻഡ്സും കൈകാര്യം ചെയ്യുക പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ചുമതലകൾ കൃത്യമായി വീതിച്ചു നൽകുന്ന പുതിയൊരു ഇക്കോസിസ്റ്റമാണ് ഇന്ത്യ നടപ്പാക്കുന്നത്. പുതിയ സാങ്കേതിക വിദ്യകളും ഗവേഷണങ്ങളും ISRO നോക്കും. ഇവയുടെ നിർമ്മാണവും വാണിജ്യവൽക്കരണവും സ്വകാര്യ മേഖല ഏറ്റെടുക്കും. ഈ മേഖലയിലെ നിയന്ത്രണങ്ങളും അനുമതികളും ഇൻസ്പേസ് കൈകാര്യം ചെയ്യും. രാജ്യാന്തര വാണിജ്യ ഇടപാടുകൾക്ക് NSIL നേതൃത്വം നൽകും. അതായത് ISROയെ വിൽക്കുകയോ സ്വകാര്യവൽക്കരിക്കുകയോ അല്ല. പുതിയ മാറ്റത്തിലൂടെ ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.